ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദിയൂസ് ഹാപ്പി വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരുപാട് പേർക്ക് ഉപകാരപ്പെടുന്ന ഒരു ഫേസ് മാസ്കും ആയിട്ടാണ്. ഈ ഒരു ഫേസ് മാസ്ക് വെറും ഒരു മാസ്ക് അല്ല, നമുക്ക് നിറം വയ്ക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ പാടുകൾ മാറാൻ വേണ്ടിയിട്ടോ മാത്രം സഹായിക്കുന്നതല്ല. അതുകൂടാതെ ഇത് നിങ്ങളുടെ സ്കിന്നിലുള്ള രോമ വളർച്ച കുറയ്ക്കുകയും മെയിനായിട്ടും നമ്മുടെ മുഖത്തുണ്ടാകുന്ന രോമങ്ങളൊക്കെ നീക്കം ചെയ്യാനും കൂടെ സഹായിക്കുന്നതാണ്. കുറച്ച് പേരെങ്കിലും എന്നോട് പേഴ്സണലായിട്ട് ചോദിക്കാറുണ്ട് രോമ വളർച്ച കുറയ്ക്കാൻ വേണ്ടി എന്താണ് ചെയ്യാൻ പറ്റുകയെന്ന്. അങ്ങനെയുള്ളവർക്ക് വേണ്ടി ഏറ്റവും നല്ല ഒരു ഫേസ് മാസ്ക് ആണിത്. നമുക്ക് എപ്പോഴും വീട്ടിലുണ്ടാകുന്ന ഇൻഗ്രീഡിയൻസ് മാത്രം മതി. നാച്ചുറലായിട്ടുള്ള ഒരു മാസ്ക് ആയതുകൊണ്ട് തന്നെ പെട്ടെന്നൊരു റിസൾട്ട് നിങ്ങൾ പ്രതീക്ഷിക്കരുത്. നിങ്ങളിത് കണ്ടിന്യൂസ് ആയിട്ട് കുറച്ച് ദിവസം അടുപ്പിച്ച് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് വിസിബിൾ ആയിട്ടുള്ള ഒരു റിസൾട്ട് തന്നെ കാണാൻ പറ്റുക. അപ്പോൾ നമുക്ക് ലേറ്റ് ആക്കാതെ വേഗം വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അതിനു മുമ്പായിട്ട് എൻ്റെ ഈ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. ഈ ഒരു ഫേസ് മാസ്ക് ഉണ്ടാക്കാൻ നമുക്ക് ആദ്യം തന്നെ വേണ്ടത് മുട്ടയുടെ വെള്ളയാണ്. മുട്ടയുടെ വെള്ള നമുക്ക് നല്ലൊരു ഫേസ് മാസ്ക് ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. സ്കിന്ന് നിറം വയ്ക്കാനും സ്കിന്നിലുണ്ടാകുന്ന പാടുകൾ മാറിക്കിട്ടാൻ, പിന്നെ അതുപോലെ തന്നെ പെട്ടെന്ന് പ്രായമാകുന്നതിൻ്റെ അടയാളങ്ങൾ മുഖത്ത് വരുന്നത് ഇല്ലാതാക്കാനും ഒക്കെ സഹായിക്കുന്നതാണ്. ചുളിവുകളാണെങ്കിലും മുഖത്തുണ്ടാകുന്ന അല്ലാതെയുള്ള പിഗ്മെൻറ്റേഷനൊക്കെ ആണെങ്കിലും ഒക്കെ മാറാൻ മുട്ടയുടെ വെള്ള സഹായിക്കുന്നതാണ്. പിന്നെ നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് കോൺഫ്ലോർ ആണ്, അഥവാ ചോളപ്പൊടിയാണ് ആവശ്യമായിട്ടുള്ളത്. ഇത് കടകളിലൊക്കെ സൂപ്പർ മാർക്കറ്റിലൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്നത് തന്നെയാണ്. പിന്നെ ആവശ്യമായിട്ടുള്ളത് പഞ്ചസാരയാണ്. പിന്നെ നമുക്ക് ലാസ്റ്റ് ആയിട്ട് വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ്. മഞ്ഞൾപ്പൊടി രോമ വളർച്ച ഇല്ലാതാക്കാൻ ഒരുപാട് സഹായിക്കുന്നതാണ്. നമ്മുടെ ഇപ്പോഴുള്ള രോമങ്ങൾ കൊഴിഞ്ഞു പോകാനും പുതിയതായിട്ട് രോമം വളരാതിരിക്കാനും ഒരുപാട് സഹായിക്കുന്നതാണ് മഞ്ഞൾപ്പൊടി. അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് ആവശ്യമായിട്ടുള്ളത്. ഇനി എങ്ങനെയാണ് ഫേസ് മാസ്ക് തയ്യാറാക്കുന്നത് നോക്കാം. അതിനുവേണ്ടി നിങ്ങൾ ആദ്യം തന്നെ ഒരു ക്ലീൻ ബൗൾ എടുക്കുക. അതിലേക്ക് ഒരു മുട്ടയുടെ വെള്ള മാത്രം എടുക്കുക കേട്ടോ. മഞ്ഞയുടെ ആവശ്യമില്ല, മുട്ട വെള്ള മാത്രം എടുക്കുക. എന്നിട്ട് അതിലേക്ക് 1 ടീസ്പൂണോളം കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുക. അതേ അളവിൽ തന്നെ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എല്ലാം ഒരു ക്രീമിൻ്റെ ആ ഒരു പരുവത്തിലായി കഴിഞ്ഞാൽ നിങ്ങൾക്കിത് ഡയറക്റ്റായിട്ട് തന്നെ മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതിന് മുന്നേ ആയിട്ട് നിങ്ങൾ മുഖം നന്നായിട്ട് കഴുകി വൃത്തിയാക്കുക. എന്നിട്ട് തുടച്ചെടുത്ത ശേഷം എന്നിട്ട് ഈ ഒരു മാസ്ക് നിങ്ങൾ കുറഞ്ഞൊരു കട്ടിയിൽ നിങ്ങളുടെ സ്കിന്നിൽ നന്നായിട്ട് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. അരമണിക്കൂർ കൊണ്ട് തന്നെ ഇത് നന്നായിട്ട് ഡ്രൈ ആയിട്ട് വരും. ഡ്രൈ ആയി വരുന്ന സമയത്ത് നിങ്ങൾക്കിത് നിങ്ങളുടെ രോമ വളർച്ചയുടെ എതിർ ദിശയിലായിട്ട് പറിച്ചെടുക്കാൻ പറ്റും. അതെല്ലാവർക്കും മനസ്സിലാകുന്നതാണ്. നമ്മുടെ രോമം വളരുന്നത് ഏത് സൈഡിലേക്കാണോ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് ഇതൊന്ന് പറിച്ചെടുക്കാൻ പറ്റുന്നതാണ്. ഇങ്ങനെ ഈ ഒരു മാസ്ക് സ്കിന്നിൽ നിന്ന് പറിച്ചെടുക്കുന്ന സമയത്ത് രോമങ്ങളെല്ലാം അതിൽ കൊഴിഞ്ഞു വരുന്നതാണ്. പിന്നെ പുതിയതായിട്ട് രോമ വളർച്ച ഇല്ലാതാക്കാനും ഈ ഒരു മാസ്ക് നിങ്ങളെ ഏറെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഒന്നുകിൽ നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ വാക്സിംഗ് ഒക്കെ ചെയ്യുന്ന രീതിയിൽ പറിച്ചെടുക്കാവുന്നതാണ്. അല്ല എങ്കിൽ ഇങ്ങനെ പറിച്ചെടുക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് വേണ്ടി ഇത് നന്നായിട്ട് ഉണങ്ങിയ ശേഷം വളരെ കുറഞ്ഞ അളവിൽ വെള്ളമാക്കി കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഉരച്ച് കളയുക. വിരലുപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് ഉരച്ച് കളഞ്ഞു കഴിഞ്ഞാലും ഇതുപോലെ രോമമൊക്കെ അതിൽ ഇളകി വരുന്നതാണ്. അപ്പോൾ ഇങ്ങനെയും ഈ ഒരു മാസ്ക് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ രോമം കൊഴിഞ്ഞു പോകാനും പുതിയതായിട്ട് രോമ വളർച്ച ഇല്ലാതിരിക്കാനും സഹായിക്കുന്ന നല്ലൊരു അടിപൊളി മാസ്ക് ആണിത്. നിങ്ങൾക്കിത് ആഴ്ചയിൽ 3 ദിവസമായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. പിന്നെ മഞ്ഞൾപ്പൊടിയൊക്കെ അലർജി ഉള്ളവർക്ക് അത് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ അത് കൂടുതൽ നല്ലതാണ്. ഒന്നിടവിട്ട ദിവസങ്ങളിലായിട്ട് ഒരു 2 ആഴ്ച കണ്ടിന്യൂസ് ആയിട്ട് തന്നെ നിങ്ങൾ ഈ ഒരു മാസ്ക് അപ്ലൈ ചെയ്ത് നോക്കുക. അപ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു ഡിഫറൻസ് മനസ്സിലാകുന്നതാണ്. അപ്പോൾ ഇനി രോമ വളർച്ച കുറയ്ക്കാൻ വേണ്ടി വേറൊരു കാര്യവും നിങ്ങൾ അന്വേഷിച്ച് നടക്കേണ്ട. ഈ ഒരു കാര്യം മാത്രം ചെയ്താൽ മതി. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക. പിന്നെ നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്